കുറച്ച് വിട്ടേക്ക് കുറച്ച് കാറ്റ് ഒന്ന് വിട്ടേക്ക് പ്രസ് ചെയ്തു. 1 2 3 4 5 6 7 8 9 പ്രിയപ്പെട്ടവരെ, TDRFന്റെ നേതൃത്വത്തിലുള്ള ഒരു ജീവരക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഒരു മോട്ടറിലാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിച്ചത്. പലപ്പോഴും നമ്മൾ വാർത്തകളെല്ലാം കാണുന്നുണ്ട്, ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ നമ്മൾ അവിടെ വെപ്രാളപ്പെടാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വെപ്രാളപ്പെടാതെ അദ്ദേഹത്തിന് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്ത് അപകടം പറ്റുക, ഷോക്കേറ്റ് കിടക്കണം എല്ലാം നോക്കുക. ശേഷം നമ്മൾ അയാൾക്ക് ബോധമുണ്ടോ എന്ന് ചെക്ക് റെസ്പോൺസ്, പ്രതികരിക്കുന്നുണ്ടോ എന്ന് 2 ചുമലിലും തട്ടി കുലുക്കി വിളിച്ചു നോക്കുക. പ്രതികരിക്കുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കുക, സഹായത്തിന് ആളെ വിളിക്കുക. കോൾ ഫോർ ഹെൽപ്പ്, കോൾ ഫോർ ആംബുലൻസ്, 3ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ അദ്ദേഹം ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ കവിൾ ഭാഗം അദ്ദേഹത്തിന്റെ കവിളിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ നെഞ്ചും കൂട്, ചെസ്റ്റ് റൈസിംഗ് ഉണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. നെഞ്ചും കൂട് പൊങ്ങിത്താഴുന്നില്ല എന്ന് 10 സെക്കൻഡ് നോക്കിയിട്ടും കാണുന്നില്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ എന്ന പോലെ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ്, മരണത്തിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ ഇടപെടേണ്ടത് പിന്നെ CPR ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് നൽകേണ്ടത്. അതായത് നമ്മുടെ ഏറ്റവും ബലമുള്ള കൈ ഇങ്ങനെ നിവർത്തി വെച്ച് മറുകൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഉറച്ച ഭാഗം കൊണ്ട് മുട്ടും കൈ വളയാതെ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ സെന്റർ ഭാഗത്തായിട്ട് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. മുതിർന്ന ഒരാളിൽ 5 സെന്റിമീറ്ററിൽ കുറയാത്ത രീതിയിൽ പ്രസ് ചെയ്യുക. 1 മിനിറ്റിൽ 100, 120 എന്ന അനുപാതത്തിൽ കംപ്രഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഉടൻ തന്നെ വാരി വലിച്ച്, അല്ലെങ്കിൽ ബോധമില്ലാത്ത ആളുകൾക്ക് നമ്മൾ പലപ്പോഴും കാണുന്നു വെള്ളം കൊടുക്കും. അത്തരം ആളുകൾക്ക് വെള്ളം കൊടുത്താൽ അത് അദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിക്കും, അപകടമാണ്. അവിടെ വെള്ളം കൊടുക്കുകയല്ല വേണ്ടത്, CPR നൽകിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുകയാണ് വേണ്ടത്. ഇങ്ങനത്തെ ആളുകളെ നിർബന്ധമായും ആംബുലൻസിൽ, ഒരു രക്ഷയുമില്ല ആംബുലൻസിന് എങ്കിൽ കിടത്തി കൊണ്ടുപോകാൻ പറ്റിയ വാഹനത്തിൽ, CPR ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വാഹനത്തിൽ, അല്ലാതെ കാറിലോ ഓട്ടോറിക്ഷയിലോ അല്ല ഇത്തരം ആളുകളെ കൊണ്ടുപോകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. TDRFന്റെ നേതൃത്വത്തിലുള്ള ഒരു മോക്ക് ഡ്രില്ലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു.